മർക്കോസ് വിശേഷം 16-ാം അധ്യായം 3-ാം വാക്യം. കല്ലറയുടെ വാതിൽക്കൽ നിന്നും നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടിക്കളയും? കല്ലറയുടെ വാതിൽക്കൽ നിന്നും നമുക്ക് വേണ്ടി ആര് കല്ല് ഉരുട്ടിക്കളയും? മൂന്നാണുമേൽ ക്രൂശിതനായ കർത്താവിൻ്റെ ഭൗതിക ശരീരം ക്രൂശിൽ നിന്നും ഇറക്കി അരിമത്യക്കാരനായ യോസെഫ് തൻ്റെ കുടുംബത്തിന് വേണ്ടി വെട്ടിയ കല്ലറയിൽ, അതുവരെയും ആരെയും വച്ചിട്ടില്ലാത്ത കല്ലറയിൽ ക്രിസ്തുവിൻ്റെ ഭൗതിക ശരീരം മറവ് ചെയ്യുകയാണ്. ശബത്തിൻ്റെ പിറ്റേ ദിവസം, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ, ഇരുട്ടുള്ള സമയത്ത് ഒരു കൂട്ടം സ്ത്രീകൾ യേശുവിൻ്റെ ഭൗതിക ശരീരം മറവ് ചെയ്ത കല്ലറയുടെ അരികിലേക്ക് കടന്നു പോകുന്നുണ്ട്. യേശുവിൻ്റെ ഭൗതിക ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങൾ തേയ്ക്കുക, പുരട്ടുക എന്നതാണ് അവരുടെ ലക്ഷ്യം. കടന്നുപോകുന്ന യാത്രയിൽ അവർ ചർച്ച ചെയ്തതും അവരെ ഭാരപ്പെടുത്തിയതും ഇതാണ്: കല്ലറയുടെ മുഖത്ത് ഒരു വലിയ കല്ല് ഉരുട്ടി മറച്ചു വച്ചിട്ടുണ്ട്. ആ കല്ല് ആര് മാറ്റിത്തരും? അനേകം പുരുഷന്മാർ ചേർന്ന് ഒരു വലിയ ഭാരമേറിയ കല്ല് വാതിലിന് പകരം കല്ലറയിൽ വച്ചിരിക്കുകയാണ്. ഈ സ്ത്രീകൾക്ക് ആ കല്ല് ഉരുട്ടി മാറ്റുവാൻ കഴിയില്ല. കല്ല് ആര് ഉരുട്ടി മാറ്റും? ഉദ്ധിതനായ ക്രിസ്തു നമുക്ക് നൽകുന്ന ഒരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഇതാണ്: നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്, ഏത് പ്രതിസന്ധിക്കും പരിഹാരമുണ്ട്. ഈ സ്ത്രീകൾ കല്ലറക്കിലേക്ക് ചെല്ലുമ്പോൾ അവർ കാണുന്നത് കല്ല് ഉരുട്ടി മാറ്റി വച്ചിരിക്കുന്നതാണ്. കല്ല് ഉരുട്ടി മാറ്റി വച്ചിരിക്കുന്നതാണ്. എന്താണോ അവരെ ഭാരപ്പെടുത്തിയ പ്രശ്നം, ആ പ്രശ്നത്തിന് സമ്പൂർണമായൊരു പരിഹാരമാണ് ആ ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രഭാതത്തിൽ ആ സ്ത്രീകൾക്ക് തിരിച്ചറിയുവാൻ കഴിഞ്ഞത്. ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രഭാതത്തിലാണ് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. ഈ പ്രഭാതത്തിൽ നമ്മെ അലട്ടുന്ന കല്ലുകൾ ഏതൊക്കെയാണ്? നമുക്ക് ഉരുട്ടി മാറ്റുവാൻ കഴിയാത്ത കുറേയേറെ കല്ലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. കടഭാരങ്ങളാകാം, മനസ്സിൽ നേരിട്ടിരിക്കുന്ന പ്രയാസമാകാം, നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളാകാം. എനിക്കിതുവരെയും ഒരു ഉപജീവന മാർഗമായില്ലല്ലോ, എനിക്കൊരു തലമുറയായില്ലല്ലോ, ഒരു സൗഖ്യമുള്ള ഒരു ജീവിതം എനിക്ക് സാധ്യമാണോ? ഇങ്ങനെ നമുക്ക് പരിഹരിപ്പാൻ കഴിയാത്ത അനേകം കല്ലുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു വലിയ ഉറപ്പാണിത്. നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തിലെ കല്ലുകളെ ഉരുട്ടി മാറ്റുന്നവനാണ് കർത്താവ്. നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നവനാണ് കർത്താവ്. ആ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരാം. കർത്താവെ, എൻ്റെ പ്രശ്നങ്ങളെ അവിടുന്ന് പരിഹരിക്കണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ഉയർപ്പിന്റെ പ്രഭാതത്തിൽ നമുക്കായിരിക്കാം.